ഒരു കളക്ടർ വിചാരിച്ചാൽ നടക്കും എന്ന് പറയുമ്പോൾ ഏതെങ്കിലും നിയമപരമായി മുന്നോട്ട് പോകുന്ന ഒരാൾ വിചാരിച്ചാൽ അവിടെ നിലവിൽ നടക്കുന്ന കാര്യങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും എന്ന് പറയുമ്പോൾ വഖഫ് ബൈ യൂസറിന്റെ പരിരക്ഷ എടുത്തു കളയുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതമാണ് നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ പോകുന്നത്. അജ്മീർ ദർഗയെ കുറിച്ച് നാം ആലോചിക്കുമ്പോൾ, അങ്ങനെ നിരവധി പള്ളികളെ കുറിച്ച്, നിരവധി സ്വത്തുവകകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. അതെല്ലാം വഖഫ് ബൈ യൂസർ എന്ന നിയമപരിരക്ഷയുടെ ഫലത്തിലാണ് രാജ്യത്തെ മുസ്ലിംകൾ വഖഫായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി ജുമാ മസ്ജിദിന്റെ കാര്യം പറഞ്ഞല്ലോ. ഡൽഹി ജുമാ മസ്ജിദ് 1644 അല്ലെങ്കിൽ 1666 ഈ കാലയളവിലാണ് അത് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചരിത്രരേഖയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ വഖഫ് ബൈ യൂസർ എടുത്തു കളയുമ്പോൾ നിരവധി വഖഫ് സ്വത്തുകൾ, ഏതാണ്ട് പകുതിയിലധികം വഖഫ് സ്വത്തുകൾ രാജ്യത്തെ മുസ്ലിംകൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് നിയമവിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ചോദിച്ചത്, ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന